എഫ്എമ്മുകൾ കേൾക്കുന്നവർക്ക് സുപരിചിതനായ വ്യക്തിയാണ് RJ കിടിലം ഫിറോസ്. പ്രമുഖ RJ എന്നതിലുപരി ചെറിയ വേഷങ്ങൾ ചെയ്ത് ഒടുവിൽ നായകനായി അഭിനയിക്കുന്ന സിനിമാ നടനും കൂടിയാണ് അദ്ദേഹം. 92.7 ബിഗ് FM മലയാളം തിരുവനന്തപുരം സ്റ്റേഷൻ ഹെഡായ ഫിറോസ് ഒട്ടനവധി ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിലും പങ്കാളിയാണ്. പലകുറി റേഡിയോ മാരത്തോണുകൾ നടത്തി ലോക റെക്കോർഡിട്ട വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോഴത്തെ ഫിറോസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലായിരിക്കുന്നത്. ചില കല്യാണ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഫിറോസിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. 92.7 ബിഗ് FM മലയാളം ദത്തെടുത്ത് വിവാഹം കഴിപ്പിച്ച താര എന്ന പെൺകുട്ടിയുടെ വിവാഹ ചിത്രങ്ങളാണ് ഇത്. എൻ്റെ നെഞ്ചിൽ ചേർത്ത് നിന്ന് കരയുന്ന ഇവളുണ്ടല്ലോ, അഭിമാനത്തോടെ പറയും, ഞങ്ങൾ ദത്തെടുത്തു അന്തസ്സായി കെട്ടിച്ചയച്ച കുട്ടിയാണ് എന്ന വാചകത്തോടെയാണ് ഫിറോസിന്റെ കുറിപ്പ് തുടങ്ങുന്നത്. തൻ്റെ പെങ്ങൾ എന്നു തന്നെയാണ് ഫിറോസ് പരിചയപ്പെടുത്തുന്നത്. ലിബിൻ എന്ന പേരുള്ള ചെറുപ്പക്കാരനാണ് ആരോരുമില്ലാത്ത താരയുടെ കൈ പിടിച്ചത്. ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയാണ് ഫിറോസ് ഉൾപ്പെടുന്ന 92.7 ബിഗ് FM മലയാളം താരയുടെ വിവാഹം നടത്തിയത്. വിവാഹം മാത്രമല്ല നടത്തിയത്, താരയ്ക്ക് വീട് പോലും ഇവർ വെച്ച് നൽകി. ചെറിയ ഒരു ചടങ്ങിലൊന്നുമല്ല താരയുടെ വിവാഹം നടത്തിയത്. നല്ലൊരു ഓഡിറ്റോറിയത്തിൽ 1500 പേരെ ക്ഷണിച്ച് ഒന്നാം തരം സദ്യയും വിളമ്പിയാണ് താരയെ കെട്ടിച്ചു വിട്ടതെന്ന് ഫിറോസ് പറയുന്നു. സ്വർണം നൽകി നാട്ടുകാർ സഹായിച്ചെന്നും ഫിറോസ് കുറിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ താൻ ഫേസ്ബുക്കിൽ ഈ വിവരം പങ്കുവയ്ക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ലെന്നും ശ്രമിച്ചാൽ എല്ലാവർക്കും ഫേസ്ബുക്കിലൂടെ നന്മ ചെയ്യാനാകുമെന്ന് തെളിയിക്കാനാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നു. ഫിറോസിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: താര എന്നാണ് എൻ്റെ ഈ പെങ്ങളൂട്ടിയുടെ പേര്. അമ്മയില്ല, കയറിക്കിടക്കാൻ വീടില്ല, പഠിക്കാൻ വഴിയില്ല, പലപ്പോഴും പച്ചപ്പട്ടിണി. ഇപ്പോൾ അമ്മയില്ലാത്ത അവൾക്കൊപ്പം ഒരു നാട് മുഴുവനുണ്ട്. പൊന്നുപോലെ നോക്കാൻ ലിബിൻ എന്ന നെഞ്ചുറപ്പുള്ള ഭർത്താവും. അവൾക്കൊരു വീട് ഞങ്ങൾ മുൻകൈയെടുത്ത് നൽകി, പഠിപ്പിച്ചു. നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു. 18.5 പവൻ സ്വർണ്ണമിട്ടു കെട്ടിച്ചയച്ചു. അതും നല്ലൊരു ഓഡിറ്റോറിയത്തിൽ 1500 പേരെയും ക്ഷണിച്ചു ഒന്നാം തരം സദ്യയും വിളമ്പി കെട്ടിച്ചു വിട്ടതാ. എന്തിനാ ഇപ്പോൾ ഇതൊന്നുകൂടി ഓർത്തതെന്നോ? ഫേസ്ബുക്കിലൂടെ നന്മ ചെയ്യാനാകും, ഇറങ്ങിത്തിരിച്ചാൽ ആർക്കും തളർത്താനാകില്ല എന്ന് എന്നെ തന്നെ ഓർമ്മിപ്പിക്കാനാണ്. നല്ലത് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നതെന്തിനാ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണിത്. ഇവളെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതും പഠിപ്പിക്കാനായതും വീട് വെച്ച് കൊടുക്കാനായതും കല്യാണം നടത്താനായതുമൊക്കെ ഫേസ്ബുക്ക് പേജുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയണം, അത്ര തന്നെ. അറിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ നല്ലത് ലഭിക്കും. അറിഞ്ഞില്ലെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ രാഷ്ട്രീയവും മതവും ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയും എന്ന വാചകത്തോടെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്. സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.